നമ്മൾ ഡിസിഷൻ ട്രീ റിഗ്രഷൻ ചെയ്തു. നമുക്ക് ഈ സെയിം പ്രോബ്ലം ഒന്ന് SPM റിഗ്രഷൻ വെച്ചിട്ട് ചെയ്ത് നോക്കാം. SVR വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ സപ്പോർട്ട് വെക്റ്റർ റിഗ്രഷൻ ആണ് ഈ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സെയിം പ്രോബ്ലം തന്നെ എടുക്കാം. ഇവിടെ കണ്ടിന്യൂസ് വാല്യൂസ് ആണ്. ഇപ്പോൾ റിഗ്രഷൻ ടൈപ്പ് അൽഗോരിതംസ് ഏതൊക്കെയാണ്? നമുക്ക് ഡിസിഷൻ ട്രീയും അതുപോലെ തന്നെ ലോജിസ്റ്റിക് റിഗ്രഷൻ, ക്ലാസിഫിക്കേഷൻ, ലീനിയർ റിഗ്രഷൻ ടൈപ്പിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ SVM എന്താണ്? റിഗ്രഷൻ ക്ലാസിഫിക്കേഷനും യൂസ് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ SVR വെച്ചിട്ടും ഈ ഒരു കണ്ടിന്യൂസ് ടൈപ്പ് പ്രോബ്ലത്തിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഡാറ്റ സെറ്റ് എന്താ? നേരത്തെ പറഞ്ഞ പോലെ സൈസ്, ബെഡ്റൂം, പ്രൈസ്. അപ്പോൾ ഈ പ്രൈസ് ആണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഹൗസിൻ്റെ സ്ക്വയർ ഫീറ്റും നമ്പർ ഓഫ് റൂംസിനെ ബേസ് ചെയ്ത് പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഡാറ്റ നമ്മൾ കൊടുക്കുകയാണ്. ദെൻ എക്സും വൈയും ആയിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ട്രെയിനിങ്ങും ടെസ്റ്റിങ്ങും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഈ എക്സിനെയും വൈനെയും മോഡലിന് കൊടുക്കാൻ വേണ്ടി. പിന്നെ നമ്മളിവിടെ ചൂസ് ചെയ്യുന്ന മോഡൽ സപ്പോർട്ട് വെക്റ്റർ റിഗ്രഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റിഗ്രഷൻ ടൈപ്പ് ഏത് അൽഗോരിതം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഏതാണോ ഗുഡ് ആക്യുറസി നമുക്ക് തരുന്നത്, ഏറ്റവും കുറവ് എറർ തരുന്നത്, ആ ഒരു റിഗ്രഷൻ അൽഗോരിതം നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് സപ്പോർട്ട് വെക്റ്റർ റിഗ്രഷൻ യൂസ് ചെയ്ത് ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നമ്മൾ SK-ലേണിൽ നിന്ന് SVM എന്ന മൊഡ്യൂളിൽ ഇമ്പോർട്ട് SVR എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, റിഗ്രഷൻ. അതിനെ ഇമ്പോർട്ട് ചെയ്തെടുക്കും. അതിനുശേഷം നമ്മൾ SVR-നെ ഇനീഷ്യലൈസ് ചെയ്യും. ഇവിടെ കേർണൽ ചൂസ് ചെയ്തിരിക്കുന്നത് RBF ആണ്. ഓക്കെ, അപ്പൊ നോൺ ലീനിയർ ഡാറ്റയെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ RBF കേർണൽ ചൂസ് ചെയ്യാം. ഓക്കെ, കേർണൽ ട്രിക്ക് പറഞ്ഞപ്പോൾ നമ്മളത് പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പൊ ഇനി SVR-ൽ നമ്മൾ ഈ ഒരു മോഡലിനെ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഇനീഷ്യലൈസ് ചെയ്തു. ആ ഇനീഷ്യലൈസ് ചെയ്ത മോഡൽ ഡോട്ട് ഫിറ്റ് കമാൻഡ് ട്രെയിൻ ചെയ്യാനായിട്ട് ഫിറ്റ് കമാൻഡ് യൂസ് ചെയ്യാം. X ട്രെയിനും Y ട്രെയിനും നമ്മൾ പാസ് ചെയ്യും. നമുക്ക് അത് ഇമ്പോർട്ട് ചെയ്യാം. ദെൻ മോഡൽ ഇനീഷ്യലൈസ് ചെയ്തു. ദെൻ നമ്മളിത് റൺ ചെയ്തു. ഇതെന്താ? ട്രെയിൻ ആയിട്ടുണ്ട്. SVR വെച്ചിട്ട് ഈ ഒരു ഡാറ്റയെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചു. നമുക്ക് പ്രിഡിക്ഷൻ ചെയ്ത് നോക്കണം. Y പ്രിഡിക്റ്റിൽ ഇപ്പോൾ മെഷീൻ പ്രിഡിക്റ്റ് ചെയ്ത റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് X ടെസ്റ്റ്, നമ്മൾ പഠിപ്പിച്ച റിസൾട്ട് എന്താണെന്ന് നോക്കാം. നമ്മളൊരു 20% മാറ്റി വെച്ചിരുന്നല്ലോ സ്പ്ലിറ്റിംഗ് ടൈമിൽ, അതിൻ്റെ വാല്യൂ ആണ് നോക്കുക. അപ്പോൾ 2 ഹൗസിൻ്റെ വാല്യൂ ആണ്. ഒരു 20% എന്ന് പറയുമ്പോൾ ആ രണ്ട് നമ്മുടെ ഡാറ്റ വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഒരു 2 ഹൗസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഔട്ട്പുട്ടാണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ Y പ്രഡിക്ഷൻ എങ്ങനെയായിരുന്നു വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. കണ്ടോ, ഇതാണ് Y പ്രഡിക്ഷൻ്റെ വാല്യൂ വന്നിരിക്കുന്നത്. അതായത് സിസ്റ്റം പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്ന ഈ വാല്യൂ ആണ്. ശരിക്കുള്ള പ്രഡിക്ഷൻ ഇതാണ്. അപ്പം എത്രത്തോളം എറർ ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ എന്തെടുത്താൽ മതി? ഡിഫറൻസ് എടുത്താൽ മതി, Y ടെസ്റ്റിൻ്റെയും Y പ്രഡിക്ഷൻ്റെ. അപ്പം മോഡൽ ഇവാലുവേഷനിലാണ് നമ്മൾ ആ ഒരു കമ്പാരിസൺ നടത്തുന്നത്. അതിന് നമ്മൾ മീൻ സ്ക്വയർഡ് എററും R2 സ്ക്വയറും MA, അതായത് മീൻ അബ്സല്യൂട്ട് എററും നോക്കും. ഇത്രയും മെട്രിക്സ് ആണ് നമ്മൾ റിഗ്രഷനിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിൽ മീൻ സ്ക്വയർഡ് എറർ കണ്ടോ, ഇത്രയുണ്ട്. ഇത് ഡബിൾ ചെയ്ത എററാണ്. ഓക്കെ, അപ്പം മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് ഇത്രയാണ്. ഇത്രയും ഡിഫറൻസ് ഉണ്ട് ഈ ഒരു ഡാറ്റയും ഇതും തമ്മിൽ, അല്ലേ? ഇത്രയും ഡിഫറൻസ് ഉണ്ട് തമ്മിൽ. ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ 49